Hello everyone, a very good morning to all. ഇപ്പോൾ എല്ലാവർക്കും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നോർമൽ എക്സാമ്പിളുകളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ആദ്യം സിമ്പിൾ എക്സാമ്പിൾ ചെയ്തു, ഇപ്പോൾ കുറച്ച് എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് എക്സാമ്പിൾ ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു 2 എക്സാമ്പിൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇറ്റ്സ് എ rectangle with a circular hole. So you have to calculate the moment of inertia about x-axis passing through the center of gravity. So calculate ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന moment of inertia ആണ് about x-axis ആണ് passing through the center of gravity. ഇപ്പോൾ നമ്മളെ ഇത് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ഇതിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? നമുക്ക് റെക്ടാങ്കിൾ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു സർക്കിളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ട് ഈക്വലായി ഡിവൈഡ് ചെയ്യാം. സോ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ 2 ഈക്വൽ പീസ് വിൽ ഗെറ്റ്. സോ എക്സ് ബാറിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. സോ വൈ ബാറിനുള്ള വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ വി ഡോണ്ട് നോ ദ വൈ ബാറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിലുള്ളത് ഇറ്റ്സ് എ റെക്ടാങ്കുലർ സെക്ഷൻ വിത്ത് എ സർക്കുലർ ഹോൾ. അപ്പോൾ a1 y1 മൈനസ് a2 y2 ഡിവൈഡ് ബൈ a1 മൈനസ് a2 വിൽ ഗീവ്സ് ദ വാല്യൂ ഓഫ് വൈ ബാർ. സോ നമുക്ക് വൈ ബാറിൻ്റെ വാല്യൂ കിട്ടി. വൈ ബാറിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിരിക്കും 129 പോയിൻറ്റ് സംതിങ് എന്ന് എഴുതിയിരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ആ ആക്സിസ് എവിടെയാണ് വന്നത്? ആക്സിസ് സെൻട്രോയിഡിലാണ് വന്നത്. അപ്പോൾ സെൻട്രോയിഡ് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്സ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് IG പ്ലസ് AH² ആണ്. IG എന്ന് പറയുന്നത് ഓരോ സെക്ഷൻ്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ. ഇപ്പോൾ നമുക്ക് സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ ഇങ്ങനെ 3 ജനറൽ സെക്ഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സെമി സർക്കിളും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 3 വരുന്നത് സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ വി ഹാവ് ഗോട്ട് റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾ. സോ റെക്ടാങ്കിൾ നമ്മൾ സെക്ഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു, സർക്കിളിനെ സെക്ഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്തു. റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷൻ വി ഗോട്ട് ദാറ്റ് BD³/12 നമ്മളിലുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് an axis which is parallel to the x-axis which is passing through the centroid. So ഇതാണ് x-axis. ഇത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു 129 പോയിന്റ് സംതിങ് എഴുതിയിട്ടുണ്ടായിരുന്നു വൈ ബാറിന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ IG മൊമെന്റ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ്. x-axisന് പാരലായിട്ട് ബ്രെഡ്ത്ത്, x-axisന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഡെപ്ത്ത്. അപ്പോൾ 200 × 300³ ഡിവൈഡ് ബൈ 12 ആണ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ IG. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന റെക്ടാങ്കുലർ സെക്ഷൻ്റെ Hൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ H എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ സെൻട്രോയിഡ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ സെക്ഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 300 ആണ് റെക്ടാങ്കുലറിൻ്റെ ഹൈറ്റ്. അതിൻ്റെ മിഡിലാവുമ്പോൾ 150 അതിൻ്റെ സെൻട്രോയിഡ് വരിക. നമ്മുടെ വൈ ബാറിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ 129.1 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വൈ ബാറിൻ്റെ വാല്യൂ 129.1 ആണ്. റെക്ടാങ്കുലർ സെൻറ്ററിലേക്ക് 150 ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ റെക്ടാങ്കുലറിൻ്റെ സെൻറ്ററും അതുപോലെ വൈ ബാർ നമ്മൾ ഡിസ്റ്റൻസ് പറയുന്നത് 150 മൈനസ് 129.1. സോ വിൽ ഗെറ്റ് ദ വാല്യൂ 20.9. ഓക്കെ. അതേപോലെ ഇനി IG2 രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ഒരു സർക്കിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സർക്കിളിൻ്റെ നമുക്കറിയാം 5/64 ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ IG ഇക്വേഷൻ. So we'll be applying the equation 5/64 diameter is given as 150 mm. 5/64 will give the answer 24.85 × 10⁶ mm². ഈ യൂണിറ്റിന് കാര്യം മറക്കരുത് കേട്ടോ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എപ്പോഴും mm²4 ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫ്രം ദ വൈ ബാറും നമ്മുടെ റെഫറൻസ് ആക്സിസും സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 300 ആണ്. അപ്പോൾ ഫ്രം ദ ബേസ് ടു ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 200 വരും. അപ്പോൾ ഫ്രം ദ ബേസ് ടു ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ 200 ആണ്. ഫ്രം ദ ബേസ് ടു ദ റെഫറൻസ് ആക്സിസ് ഈസ് വൈ ബാർ ആണ്, അത് 129.1 ആണ്. അപ്പോൾ നമുക്കുള്ള ആവശ്യം ഫ്രം ദ സർക്കിൾ സെൻറ്റർ ടു ദ റെഫറൻസ് ആക്സിസ്. അപ്പോൾ ദാറ്റ് ഈസ് 200 minus 129.1 will gives the value of H2.
ഓക്കെ, അപ്പോൾ H1 ആയി H2 ആയി. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് H1 H2. H1 H2 പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ. റെക്ടാങ്കിൾ കൺസിഡർ ചെയ്തു. റെക്ടാങ്കിൾ സെൻറ്റർ എന്ന് പറയുന്നത് ബേസിൽ നിന്ന് 158ലാണ്. അതുപോലെ y ബാർ എന്ന് പറയുന്നത് ബേസിൽ നിന്ന് 129.something ഹൈറ്റിലാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് ആയിരുന്നു H ആയിട്ട് എടുത്തത്. Similarly, circle center from the base it is 200 height, and from here it is marked as 100, so remaining will be 200. So from the base the center of the circle is at a height of 200 millimeter, and from the base the axis is at a height of 129 mm, 129.1 mm. So the difference, the difference it will be 70.9 mm, will give the H2. This is our general equation Ig plus AH square. Ig the first version Ig area, rectangle area 200 into 300 into H square, H square 20.9 square. Okay. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ സ്ക്വയർ ഒരു ബ്രാക്കറ്റിന് പുറത്തിട്ടേക്കുന്നതാണ്. ശരിക്ക് 20.9 മാത്രമേ വരുള്ളൂ. AH സ്ക്വയർ ആണ്. AH ഹോൾ സ്ക്വയർ അല്ല, AH സ്ക്വയർ ആണ്. ഏരിയയ്ക്ക് സ്ക്വയർ ഇല്ല, H മാത്രമേ സ്ക്വയർ ഉള്ളൂ. ഓക്കെ. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സർക്കുലർ സെക്ഷൻ അഗെയിൻ IG2ന്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏരിയ, സർക്കിളിൻ്റെ ഏരിയ πr സ്ക്വയർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു ഇൻറ്റു H സ്ക്വയർ. ഇവിടെ കറക്റ്റായിട്ട് എഴുതി 70.9 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ. നമുക്ക് രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി, സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇതിലിപ്പോൾ ഈ സെക്ഷനിൽ റെക്ടാങ്കുലർ പോർഷനിൽ നിന്ന് സർക്കുലർ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യം ഈ ടോട്ടൽ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ ടോട്ടൽ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത് 476.21 നിന്ന് 113.67 minus that, you will get the total moment of inertia of the section. The total moment of inertia of the section is 476.21 into 106 minus 113.67 raised to total value 362.54 and raised to 6 millimeter raised to 4. Again, don't forget to write the unit. That's our final answer. So this is 10 mark question again. Okay. ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹോളാണ് ഓൺ എ ട്രയാങ്കിൾ ബേസ്. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ അറിയണം BH3/36 ആണ്. റെക്ടാങ്കിളിൻ്റെ ഇക്വേഷൻ അറിയണം BDQ/12 ആണ്. പിന്നെ ഏരിയയിൽ H സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇനി ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് ബാർ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റെക്ടാങ്കുലർ ഹോൾ ഈസ് മെയ്ഡ് ഓൺ എ ട്രയാങ്കുലർ സെക്ഷൻ. ഡിറ്റർമിൻ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്ഷൻ അബൌട്ട് XX ആക്സിസ്. അപ്പോൾ X-axis വന്നേക്കുന്നത് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അഗെയിൻ സെൻട്രോയിഡിലാണ്. നമുക്ക് സെൻട്രോയിഡ് നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. നമുക്ക് ആദ്യം സെൻട്രോയിഡ് മാർക്ക് ചെയ്യണം. ആ സെൻട്രോയിഡിലൂടെ ഒരു X-axis വരയ്ക്കണം. ആ X-axis about the X-axis we have to calculate the moment of inertia. And the second part of the question is we have to calculate the moment of inertia about the base B. The second part we will draw the reference axis here and we will calculate the moment of inertia. Okay. So the first part I will do in this PPT. For the second part we will have to submit it as an assignment, or not assignment, it's a homework. We have to do the problem and submit it as a PDF should be uploaded. Okay. So നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് y bar കാൽക്കുലേറ്റ് ചെയ്തു. അഗെയിൻ ഇറ്റ്സ് എ ട്രയാങ്കുലർ സെക്ഷനിൽ നിന്ന് റെക്ടാങ്കുലർ ഹോളാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ഇൻറ്റു y1. ട്രയാങ്കിളിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് എത്രയാണ്? H/3. y1ൻ്റെ വാല്യൂ ടോട്ടൽ 90 ആണ്. 90/3. 30 will be the A1 H1, A1 Y1. Second A2 I2. റെക്ടാങ്കിളിൻ്റെ 20 into 30 it's അതിൻ്റെ ഏരിയ. ആൻഡ് y2 ഫ്രം ദ ബേസ് റെക്ടാങ്കുലർ സെൻറ്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് 30 plus 30/2 which will be 45. A1 Y1 plus A2 Y2 divided by A1 minus A2 will give the സെൻട്രോയിഡ് ഓഫ് ദ ഗിവൺ സെക്ഷൻ. സെൻട്രോയിഡ് ഇപ്പോൾ വീണ്ടും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മൾ സെൻട്രോയിഡ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെൻട്രോ ഗ്രാവിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ. സെൻട്രോയിഡൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയതാണ്. ഈ സെൻട്രോ ഗ്രാവിറ്റി ഇനിയും വീണ്ടും പഴയ പോലെ ഫസ്റ്റ് സെക്ഷൻ ട്രയാങ്കിളായിട്ട് എടുക്കാം, സെക്കൻഡ് സെക്ഷൻ റെക്ടാങ്കിളായിട്ട് എടുക്കാം. ട്രയാങ്കിളിൻ്റെ IG കാൽക്കുലേറ്റ് ചെയ്യണം, റെക്ടാങ്കിളിൻ്റെയും IG കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ IG ഇക്വേഷൻ BH3/36 ആണ്. അവർ ഡീന്ന് എഴുതിയത് മാത്രമല്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അറിയാം ഡീന്ന് ഡെപ്ത് ആണോ ഹൈറ്റ് ആണോ. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 90 ആണ്. ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 into 90³ divided by 36 ആണ് ട്രയാങ്കിളിൻ്റെ IG വാല്യൂ. ഓക്കെ.
ഇനി ട്രയാങ്കിളിൻ്റെ H1ൻ്റെ വാല്യൂ നമ്മൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്തു. y ബാറിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. y ബാറിൻ്റെ വാല്യൂ ഇവിടെ 27.7 കിട്ടി. let it be 27.7 എന്ന് വരില്ല അവിടെ. ഇതാണ് 30. സോ അവർ ആക്സിസ് വിൽ ബി ഹിയർ. ഇതായിരിക്കും നമ്മുടെ ആക്സിസ് വരിക. ഓക്കെ, ആൻഡ് this distance is given as 27 point something. So our question is, what is the value of H1? So H1 is the centroid of the triangle. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഏതാ? ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് h/3 ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എടുക്കുന്നത്. ടോട്ടൽ ഹൈറ്റിൻ്റെ 1/3, അതായത് 30 mm ഹൈറ്റിലാണ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എടുക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് അവർ റെഫറൻസ് ആക്സിസ്? ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് y ബാറിൻ്റെ വാല്യൂ 27.7 എന്നറിയാം ഫ്രം ദ ബേസ്, ആൻഡ് to the centroid of the triangle it is 30 mm. So H1ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ 30 minus 27.7 will give the value of H1. Okay, 30 minus 27, 2.3 will be the value of H1. And the second section in our figure is a rectangle. Rectangle area എന്ന് പറയുന്നത് അറിയാം. ഓക്കെ, റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ നമ്മൾ നേരത്തെ എഴുതിയാണ്. ഡിസ്റ്റൻസ് അറിയാം. ടോട്ടൽ 90 ആണ്. അതിൽ 30 ഡിസ്റ്റൻസിലാണ് റെക്ടാങ്കിൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി വന്ന് 15 വരും. ടോട്ടൽ ബേസിൽ നിന്നുള്ള 30. ടോട്ടൽ റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ഇറ്റ് വിൽ ബി at a height of 45 mm. Okay, from the center of the rectangle, what is the distance to the our reference axis? Our reference axis base in 27.7 ഹൈറ്റിലാണ്. റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ബേസ് ചെയ്യുന്ന 45 ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിരിക്കും വാല്യൂ ഓഫ് H2. റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ 45, y ബാർ 27.7. രണ്ട് ഡിഫറൻസ് ആയിരിക്കും. ഗെറ്റ് ദ വാല്യൂ ഓഫ് H2. പഴയ പോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ട്രയാങ്കിൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. IG പ്ലസ് A2H2². IG-യുടെ വാല്യൂ ഇവിടെ നിന്ന് എഴുതി. ഏരിയ, ട്രയാങ്കിൾ ഏരിയ ഹാഫ് BH ഇത് എഴുതി. H2ൻ്റെ വാല്യൂ 22.3². ഇത് കിട്ടുമ്പോൾ ട്രയാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റെക്ടാങ്കിൾ ഡയറക്ഷൻ അഗെയിൻ IG2ൻ്റെ വാല്യൂ 45 A2 റെക്ടാങ്കിൾ ഏരിയ ഇൻറ്റു H2ൻ്റെ വാല്യൂ 17.3². അത് ചെയ്യുമ്പോൾ റെക്ടാങ്കിളിന് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ പോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ സെക്ഷൻ വിത്ത് എ റെക്ടാങ്കുലർ ഹോളാണ്. അപ്പോൾ നമുക്ക് രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയിട്ടുണ്ട്, റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയിട്ടുണ്ട്. സോ ടു ഗെറ്റ് ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വി ഹാവ് ടു സബ്സ്ട്രാക്ട്. ഹോൾ ആയതുകൊണ്ട് വി ഹാവ് ടു സബ്സ്ട്രാക്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റെക്ടാങ്കിൾ ഫ്രം ദ ട്രയാങ്കിൾ. അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ ട്രയാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സബ്സ്ട്രാക്ട് ചെയ്തു. സോ 18 into 4.2 10⁻³ mm⁴ is our final answer. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ റെഫറൻസ് ആക്സിസ് വരയ്ക്കുന്നത് അറ്റ് ദ ബേസ് ആണ്. അപ്പോൾ ബേസിലാണ് രണ്ടാമത്തെ പാർട്ടിൽ റെഫറൻസ് ആക്സിസ് വരയ്ക്കുന്നത്. അവിടെ വെച്ചിട്ട് ഈ H1 H2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് നാളേക്ക് റെഡിയാക്കി വയ്ക്കുക. സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് നാളേക്ക് റെഡിയാക്കി തരാം. അപ്പോൾ ഇനി ഇതിലിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.